എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 3 ഐറ്റങ്ങളോട് കൂടിയ ഒരു ഉച്ചഭക്ഷണമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചീരയ്ക്ക് സാമ്പാർ ചീര, കൊഴുപ്പു ചീര, കൊളുമ്പിച്ചീര, പരിപ്പു ചീര എന്നൊക്കെ പറയും. ഇതിൻ്റെ കുറച്ച് മൂത്ത തണ്ട് സാമ്പാറിലൊക്കെ ഉപയോഗിക്കും. ഞങ്ങൾ ഇതിനെ സാമ്പാർ ചീര, കൊഴുപ്പു ചീര എന്നാണ് പറയാറുള്ളത്. വിറ്റാമിൻ എ, കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇതിൽ. ആദ്യം നമുക്ക് ചീരക്കറി ഉണ്ടാക്കാം. 2 അമ്മമാരും പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. കൊയിലാണ്ടി അമ്മ പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ് ഈ ചീരക്കറിയുടേത്. മറ്റേത് പാലക്കാട് അമ്മയും. ചീര ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 10-12 ചെറിയ ഉള്ളിയും കൂടെ വട്ടത്തിൽ അരിഞ്ഞു വെക്കണം. നിങ്ങളുടെ കയ്യിൽ വലിയ ഉള്ളിയാണ് ഉള്ളതെങ്കിൽ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി ഉപയോഗിച്ചാൽ മതി. ചെറിയ ഉള്ളി ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ സ്വാദുള്ളത്. ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വട്ടത്തിൽ അരിഞ്ഞു വെച്ച ചെറിയുള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഉണക്കമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. കാരണം ഇതിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അങ്ങനെ ചേർത്താൽ മതി. പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആ ഉള്ളിയൊക്കെ വഴന്ന ശേഷം നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന ചീരയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചീര നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചീര വാടി വരുമ്പോഴേക്കും ഇതിനാവശ്യത്തിനുള്ള പരിപ്പ് വേവിച്ചെടുക്കാം. ഇവിടെ ഒരു 2-3 പിടി പരിപ്പാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. പരിപ്പ് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഉടച്ചെടുത്ത പരിപ്പിനകത്തേക്ക് വാട്ടി വെച്ച ചീരയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഉണക്കമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി ചേർക്കാൻ പാടുള്ളൂ. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. 3 പിടി തേങ്ങ, 1 ചെറിയുള്ളി, കുറച്ച് ജീരകം, ഇതെല്ലാം കൂടെ അരച്ചെടുക്കണം. ഇനി ജീരകം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ജീരകം ചേർക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇവിടെയും കൂടുതൽ ജീരകം ഇഷ്ടമല്ല. പിന്നെ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി ചേർക്കാം. പിന്നെ അമ്മ വെളുത്തുള്ളി ചേർക്കാറില്ല. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുമ്പോഴും വെളുത്തുള്ളി ചേർക്കാറില്ല. ഇവിടെയും വെളുത്തുള്ളി തേങ്ങയിൽ അരയ്ക്കുന്നത് അത്രയ്ക്കൊരു ഇഷ്ടമുള്ള കാര്യമല്ല. വെളുത്തുള്ളി വേണമെങ്കിൽ നമുക്ക് പരിപ്പ് വേവിക്കുമ്പോൾ ഇടാം. തേങ്ങ ഭയങ്കര മയമായിട്ടൊന്നും അരച്ചെടുക്കേണ്ട. ഈ അരച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൂടുതൽ പിന്നെ തിളപ്പിക്കാൻ നിൽക്കരുത്. ഒന്ന് ചൂടാക്കി അങ്ങോട്ട് എടുക്കേ പാടുള്ളൂ. തേങ്ങ ഒഴിച്ച ശേഷം അധികം തിളപ്പിക്കരുത്. ജീരകത്തിൻ്റെയും ചെറിയുള്ളിയുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. ഇത് തേങ്ങ ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക. ഇതേപോലെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ കൂടുതൽ തിളക്കില്ല. അങ്ങനെ കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല. തേങ്ങ ഒഴിച്ച ശേഷം ചെറുതായിട്ടൊന്ന് പതഞ്ഞു വരുമ്പോൾ ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് ഒട്ടും കുഴഞ്ഞു പോവാത്ത രീതിയിൽ വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കാം. മിക്ക ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, വഴുതനങ്ങ ഉപ്പേരി വെക്കുന്ന സമയത്ത് അങ്ങനെ കുഴഞ്ഞു പോകുന്നു. വഴുതനങ്ങ ഇവിടെ ചെറുതായിട്ടാണ് മുറിച്ചിട്ടിരിക്കുന്നത്. ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിട്ടുമല്ല, എന്നാൽ വളരെ വലുതായിട്ടുമല്ല. ഒരു വഴുതനങ്ങ ഏകദേശം ഒരു 16 കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അത് ഒരു വഴുതനങ്ങ നടുക്ക് കൂടെ മുറിച്ചു. എന്നിട്ട് ആ മുറിച്ചതിനെ വീണ്ടും നടുക്ക് കൂടെ മുറിച്ചു. എന്നിട്ട് വീണ്ടും അതിനെ 4 കഷ്ണങ്ങളാക്കി. മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസ് വലിയ ഉള്ളിയും കൂടെ മുറിച്ച് ഇതേപോലെ തന്നെ സ്ക്വയറായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. എരിവിന് ആവശ്യമായ പച്ചമുളക് കീറിയതും കറിവേപ്പിലയും കൂടെ വേണം ഇതിലേക്ക്. ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുക. അതിനകത്തേക്ക് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുക. ഉഴുന്നുപരിപ്പ് ഏകദേശം 1 ടേബിൾ സ്പൂണോളം വേണം. ഉഴുന്നുപരിപ്പ് ഒന്ന് ചുവന്ന് വന്ന ശേഷം അതിനകത്തേക്ക് പച്ചമുളക് കീറിയതും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന വലിയുള്ളി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമുണ്ടെങ്കിൽ അവസാനം നോക്കിയിട്ട് ചേർത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് വലിയ ഉള്ളി ഒന്ന് വഴന്ന് വന്ന ശേഷം അതിനകത്തേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ നന്നായിട്ട് അതിലെ വെള്ളം പിഴിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കാരണം ഈ വെള്ളത്തോടു കൂടെ ഇടുന്ന സമയത്താണ് വഴുതനങ്ങ ആകെ കുഴഞ്ഞ പോലെ ആവുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. കാരണം അടച്ചു വെച്ച് വേവിക്കുമ്പോഴും അതേപോലെ വെള്ളം പിഴിയാതെ ഇടുമ്പോഴുമാണ് ആകെ കുഴഞ്ഞ പോലെ ആവുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മുളക് പൊടി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ യോജിപ്പിച്ചെടുക്കാം. ഇതൊക്കെ വലിയ തീയിൽ വെച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ചെറിയ തീയിലായിരിക്കരുത്. ചെറിയ തീയിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് ആകെ വെള്ളം കെട്ടിയ പോലെ ഉണ്ടാവും. കൂടെ തന്നെ നിന്നിട്ട് നമ്മൾ ഇളക്കിയെടുത്ത് ചെയ്താൽ മതി. അപ്പോൾ അധികം വെന്തുടയേയില്ല, എന്നാൽ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഇതുപോലെ അടുത്ത് തന്നെ നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അടച്ച് വെക്കാതെ ആണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ
ഇപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില അതേപോലെ കുറച്ച് കുരുമുളക് പൊടി ഇടാം. ഇവിടെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടിയും കൂടെ വരുമ്പോൾ ഇതിനൊരു പ്രത്യേക സ്വാദ് വരുന്നുണ്ട്. കൂടുതലായിട്ട് കുരുമുളക് പൊടി ഇടാനും പാടില്ല. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം ഓഫ് ചെയ്യാം. അടുത്തത് ഒരു ക്യാരറ്റ് റൈത്തയുടെ റെസിപ്പിയാണ്. ക്യാരറ്റ് ഇതുപോലെ ചീവി വെച്ചിട്ടുണ്ട്. അതേപോലെ പച്ചമുളക് 2ആയിട്ട് കീറല്ല ചെയ്തത്, ഇതുപോലെ മുറിച്ച് വെക്കുകയാണ് ചെയ്തത്. കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് വളരെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം കരിഞ്ഞു പോവരുത്, അതേപോലെ കൂടുതലാവുകയും ചെയ്യരുത്. പിന്നീട് അതിനകത്തേക്ക് ഉണങ്ങിയ ഉലുവയുടെ ഇല ഇട്ട് കൊടുക്കാം. മേത്തി ലീഫ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇടണമെന്നില്ല, അത് സ്കിപ്പ് ചെയ്യാം. പിന്നീട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇനി മതിയായിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇടാം. ഇത് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അധികം വെന്തുടയൊന്നും വേണ്ട. അതിനുശേഷം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.